നാട്ടിൽ വരുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തൊരു ട്രിപ്പാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞാനും വിഷ്ണു യുവി ഒറ്റയ്ക്കല്ല, വിഷ്ണുവിന്റെ പേരൻസും കൂടെ ഉണ്ട്. യുവി എപ്പോഴും നമ്മുടെ പ്ലാൻസിനോടൊക്കെ വളരെ കോപ്പറേറ്റീവ് ആണ്. ഹുവി ബോയ് ഇസ് എ ഗുഡ് ബോയ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ സമയം പരിമിതമായത് കാരണം 2 ഇഡ്ഡലി 2 വെള്ളപ്പം 1 മുട്ടയിൽ നമ്മൾ ഒതുക്കി. എന്താ സിംപ്ലിസിറ്റി അല്ലേ. അതും കഴിഞ്ഞ് റൂമിൽ വന്ന് പാക്ക് ചെയ്ത പെട്ടിയെടുത്ത് ഷടപടയും താഴെത്തി. പിന്നെ അങ്ങനെ പാട്ടും പാടി ഹോട്ടലിൽ നിന്ന് എയർപോർട്ട് ഷട്ടിലൊക്കെ എടുത്ത് എയർപോർട്ടിലെത്തി. എങ്ങനെയുണ്ട് അമ്മായിയമ്മ മരുമോൾ ഫ്രെയിം? എന്തോ ഭാഗ്യത്തിന് ഇത്തവണ ചെക്കിനിലും സെക്യൂരിറ്റിയിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇതെനിക്ക് അത്ര സാധാരണ അല്ല കേട്ടോ. പിന്നെ ഗേറ്റിലെത്തി സ്ട്രോളറൊക്കെ കീശയിലാക്കി നമ്മൾ ബോർഡ് ചെയ്തു. കൊച്ചിയിൽ നിന്ന് ആകെ 1 മണിക്കൂർ ഫ്ലൈറ്റിൽ കേട്ടോ മാൽദീവ്സിലോട്ട്. എന്റെ ഫ്രണ്ട് അൽക്ക പറയും കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയ കമ്പ് കുത്തി ചടിയാൽ മതിയെന്ന്. കുറച്ച് അതിശയോക്തിയാണെങ്കിലും കേട്ടപ്പോൾ രസം തോന്നി. പറഞ്ഞ പോലെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും മാൽദീവ്സിൽ ലാൻഡ് ചെയ്യാനായി. വലിയൊരു ആവശ്യമില്ലെങ്കിലും ഒരു GK പറയട്ടെ. മാൽദീവ്സില് 1000 ഐലൻഡ്സിൽ കൂടുതലുണ്ട്. ഈ 1000ത്തിലെ നമ്പർ എന്നെ ഒന്ന് ഞെട്ടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ബാഗേജ് ഒക്കെ കളക്ട് ചെയ്തു. ഇനി നമുക്ക് റിസോർട്ടിൽ പോവാം. യുവി ബോയുടെ 3.5 മാസത്തിലെ 3ാമത്തെ കൺട്രി കേട്ടോ മാൽദീവ്സ്. എന്താ ലൈഫല്ലേ. ഇവിടെ നിന്ന് ഇനി വെള്ളത്തിലാണ് യാത്ര. അധിക ദൂരമൊന്നുമില്ല. എയർപോർട്ടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന റിസോർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 15 മിനിറ്റ്. അങ്ങനെ വെള്ളം പതപ്പിച്ചു പൊക്കി നമ്മൾ വില്ല നോട്ടിക്കലെത്തി. എന്താ ചൂട് എന്നറിയോ. ആ വെള്ളത്തിന്റെ കളറൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അവര് തന്നൊരു തണുത്ത ടവലിൽ മുഖം തുടച്ച് നമ്മൾ നമ്മുടെ ബീച്ച് പൂൾവില്ലേ പോയി. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം.